പുതുമുഖ നായികമാർ വരുന്നുണ്ട് മലയാളത്തിൽ. കുറേ കുട്ടികൾ വിസ്മയിപ്പിക്കുന്ന നായികമാരുണ്ട്. ആ സിനിമകളൊക്കെ കാണുമ്പോൾ, ആ സിനിമകളൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്, സിനിമകളെല്ലാം കാണുന്നതാണ്. ആ സിനിമകൾ കാണുമ്പോൾ നമ്മളൊക്കെ പണ്ട് ചെയ്ത കഥാപാത്രങ്ങൾ വേറെ രീതിക്ക് ഇപ്പോൾ വരുന്ന നാടൻ സ്റ്റൈലിൽ കുട്ടികൾ വരുന്നു, ഡാൻസ് ആയിട്ട് വരുന്നു, പാട്ടായിട്ട്. ജനങ്ങൾ മാറി തുടങ്ങിയല്ലേ, അവർ എന്താണ് പുതിയതെന്ന് ആലോചിക്കാൻ തോന്നി. ഒരു മാറ്റം, ഒരു ചേഞ്ച് എപ്പോഴും ആവശ്യമാണ്. അപ്പം അതിനനുസരിച്ചാണ് ഇപ്പോഴത്തെ നായികമാരും ഓരോരുത്തരും. അപ്പം അവരുടെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ നമ്മളും ശ്രമിക്കുന്നു. ഒരു അമ്മ വേഷം കിട്ടിയാൽ, ഒരു അമ്മയാണ്, ഒരു അമ്മ വേഷം, ഒരു വലിയൊരു സിനിമയിൽ അമ്മ വേഷം കിട്ടുമ്പോൾ അത് വാണി വിശ്വനാഥ് എന്നുള്ള ഒരു ആക്ടറിന് അമ്മ വേഷം എങ്ങനെ ഫലിപ്പിക്കാമെന്ന് തോന്നുന്നു? അത് ഫലിപ്പിക്കാൻ വലിയ വിഷമമൊന്നുമില്ലല്ലോ, ഞാനൊരു അമ്മയല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നും തോന്നുന്നില്ല. പക്ഷെ അത് ആ ഒരു ക്യാരക്ടറിൽ ഉണ്ടായിരിക്കണം എന്തെങ്കിലും, അല്ലാതെ വെറുതെ ഒരു അമ്മ വേഷം പോയി ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല. ആ അമ്മയായിരിക്കണം അതിലത്തെ ഒരു ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ കഥകൾ സെലക്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടപ്പെടുന്ന കഥയിലേക്ക് പോകുന്നു. പക്ഷെ കഥകൾ സെലക്ട് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് എപ്പോഴും സെലക്ട്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചിലവർക്ക് വേണ്ടി ചില പടങ്ങൾ ചെയ്യും. ഒരു നല്ല ഹീറോ ആകുമ്പോൾ ചെയ്യാറുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ ക്യാരക്ടറുകൾ നോക്കാറില്ല. ചിലപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടായിരിക്കും പടം എടുക്കുന്നത്, വാണി വന്ന് ഇതിൽ അഭിനയിച്ച് തരണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അഭിനയിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ പോയി. അന്നൊക്കെ അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യും. ഇപ്പോൾ നമ്മൾ ക്യാരക്ടറാണ് മെയിനായിട്ട് നോക്കുന്നത്, അത്രയേ ഉള്ളൂ. അന്നൊക്കെ എന്ന് പറയുമ്പോൾ എന്തും ചെയ്യാം. നമുക്ക് നല്ല നമ്മുടെ ക്യാരക്ടർ ചിലപ്പോൾ നന്നായിരിക്കില്ല, പക്ഷെ ഒരു നല്ല ഹീറോൻ്റെ കൂടെ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഡയറക്ടറെ കൂടെ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും ഒരു പടം എടുക്കുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ചെയ്തു തരാൻ പറയുന്നു. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ചില പടങ്ങൾ, അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ പടങ്ങൾ. ഇന്ന് പറയുമ്പോൾ ക്യാരക്ടർ വിട്ടുള്ള ഒരു കളിയില്ല. അതാണ് ക്യാരക്ടർ തന്നെയാണ്. കാരണം ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരുപാട് പടം ചെയ്ത് കൂട്ടണമെന്നോ അങ്ങനെയൊന്നും നമുക്ക് ആഗ്രഹമില്ല. നമുക്ക് നല്ല പടങ്ങൾ വന്നാൽ ചെയ്ത് വർഷത്തിൽ ഒരു പടം ചെയ്താൽ മതി, അങ്ങനെ ആഗ്രഹമുള്ളൂ. അങ്ങനെയുള്ളൂ. ഈ പണ്ടത്തെ കാലം പറഞ്ഞപ്പോഴാണ്, പണ്ട് സിനിമയിൽ നിന്നും സിനിമയിലേക്കുള്ള ഒരു യാത്രയാണ്, ഒരു ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനൊക്കെയുള്ള യാത്ര. അന്ന് ഗൂഗിൾ മാപ്പ് ഒന്നുമില്ല, ആളുകൾ ചോദിച്ചു പോകണം. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ആ കാലഘട്ടം വലുതായിട്ട് മാറി. നമുക്കൊരു സിനിമ കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകാവുന്ന രീതിയിലേക്ക് എത്തി, അല്ലെങ്കിൽ മെട്രോയിൽ പോകാം, ബ്ലോക്ക് ആണെങ്കിൽ പല രീതിക്ക്. അന്നത്തേലും കൂടുതൽ സിനിമ മാറിയപ്പോൾ അന്ന് കുറെ സുഹൃത്ത് വലയമുണ്ടായിരുന്നു. നമുക്ക് ലൊക്കേഷനിൽ കുറെ സുഹൃത്ത്, നമ്മളൊരു സൗഹൃദം ഉണ്ടാവും. അതൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ അങ്ങനെയാണ് കരുതിയത്. പക്ഷെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമ അത് മാറ്റിമറിച്ചു. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഹിറ്റ്ലറിന്റെ ലൊക്കേഷനിൽ നിന്ന് ഇങ്ങോട്ട് ചാടി വന്ന പോലെ ഉണ്ടായിരുന്നു. കാരണം അവിടെ ശോഭന, സുചിത്ര, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സുജി, അങ്ങനെ ചിപ്പി, എല്ലാവരും ഉള്ള അവിടെ നിന്ന് ഞങ്ങൾ കഥകളും പാട്ടുകളും ഒക്കെ പാടിക്കൊണ്ടിരുന്ന ആ ഒരു ലൊക്കേഷനിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് ചാടി വന്ന പോലെയാണ്. കാരണം അവിടെ ക്യാരവണോ ഒന്നുമില്ലാതെ ഞങ്ങൾ ആ ഒരു കാട്ടിൽ ഷൂട്ടിങ് ഫുള്ള് ഇതുപോലെ അന്താക്ഷരി, ഇപ്പോൾ ജോക്ക് പറയില്ല, അത് അതേപോലെ തന്നെ. അത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണെന്ന് തോന്നുന്നു എനിക്ക് പറയാനായിട്ട്. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അഭിനയിക്കാൻ വന്നപ്പോൾ അങ്ങനെ ഒരു ലൊക്കേഷൻ കിട്ടുക എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. ഒരു ക്യാരവണും ഇല്ല, ആരും ഇല്ലാതെ. ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ എന്ന് പറയുന്നത് കുറേ മാറ്റങ്ങളുണ്ട്. പക്ഷെ എനിക്കൊരു ഭാഗ്യം കിട്ടി റൈഫിൾ ക്ലബ്ബ് ചെയ്യാനായിട്ട്. അത് അങ്ങനെ ഒരു പടമായി മാറി. കാരണം എല്ലാവരുമായിട്ടുള്ള ഒരു, ഈ പറഞ്ഞ പോലെ ആ ഒരു സുഹൃത്ത് വലയം ഉണ്ടായിരുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.